ഇറാനെതിരെയുള്ള ആക്രമണം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചുവെന്ന ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ 8,000 സൈനികരെയും സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങളെയും സൗദി അറേബ്യയിൽ വിന്യസിച്ചു. പരസ്പര പ്രതിരോധ ഉടമ്പടി പ്രകാരമാണ് നടപടി. യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ പല പല പ്രശ്നങ്ങളായ സാഹചര്യത്തിലാണ് പിന്തുണയുമായി പാകിസ്ഥാൻ സേനാവിന്യാസം നടത്തുകയെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇറാനെതിരെ ട്രംപ് ഭീഷണി ഉയർത്തിയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇന്നിപ്പോൾ 19-ാം തീയതി ആക്രമണം, അതായത് ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിക്കുന്ന സമയമാണ്. വെടിനിർത്തൽ കരാറിൽ ഇന്നു മുതൽ ആക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്താണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ആക്രമണം നിർത്താൻ അല്ലെങ്കിൽ ആക്രമിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്? രഞ്ജിത്ത്, താൽക്കാലികമായി യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ച്, ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത തന്നെയാണ്. കാരണം ദിവസങ്ങളായി തുടരുന്ന സംഘർഷത്തിൽ ഈ വിപണിയൊക്കെ തന്നെ വലിയ തോതിൽ അത് ബാധിക്കുന്ന നിലയുണ്ടായി. തൊട്ട് മുൻപ് ആജ്ഞ റിപ്പോർട്ട് ചെയ്ത വാർത്ത പോലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും CNGയുടെയും ഒക്കെ വില കൂടുന്ന പശ്ചാത്തലമടക്കമുണ്ടായത് ഈ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. അതിനൊക്കെ തന്നെ മാറ്റമുണ്ടാകുന്നു. ഇപ്പോൾ ഈ ക്രൂഡ് വില കുറയുകയും ചെയ്യുന്നു. രഞ്ജിത്ത് ചോദിച്ചത് എന്തുകൊണ്ട് ഈ തീരുമാനത്തിലേക്ക് അമേരിക്ക പോയി എന്നതാണ്. അവിടെ ട്രംപ് നൽകുന്ന വിശദീകരണം ഖത്തറിൻ്റെയും UAEയുടെയും സൗദിയുടെയും ഒക്കെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ഇപ്പോൾ ഒരു യുദ്ധം അവസാനിപ്പിക്കലിലേക്ക് പോവുകയാണ്. വെടിനിർത്തൽ അവസാനിക്കുന്ന ദിവസമാണ്. ഇറാനുമേൽ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നത്. ഇറാനിൽ ഒന്നും അവശേഷിക്കില്ല എന്ന ഒരു വലിയ ഭീഷണി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാൻ ഇപ്പോൾ സൗദിയിലേക്ക് 8,000 സൈനികരെ അയച്ചിട്ടുണ്ട്. അവരുടെ ഒരു സ്ക്വാഡ്രൺ വിമാനങ്ങൾ സൗദിയിലെത്തിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക കരാറുണ്ടായിരുന്നു. ഒരു രഹസ്യ കരാറാണ്. സൗദിയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം പാകിസ്ഥാൻ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഈ ആണവ സഹായം, പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണ്, അതുകൊണ്ട് തന്നെ സൗദിക്ക് അങ്ങനെ ഒരു ശേഷി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സഹായം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതായിരുന്നു ഈ കരാറിന്മേലുള്ള ഉറപ്പ്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഇറാൻ സംഘർഷം അത് രൂക്ഷമാവുകയാണെങ്കിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് സൗദിയിലേക്ക് ഉൾപ്പെടെ ആക്രമണം ഉണ്ടാകും. പ്രത്യേകിച്ച് സൗദിയിലേക്ക് വലിയ തോതിലാണ് നേരത്തെയൊക്കെ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് സൗദിക്ക് ഒരു പ്രതിരോധ കവചം തീർക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 8,000 സൈനികരെ പാകിസ്ഥാൻ സൗദിയിലേക്ക് അയച്ചത്. അങ്ങനെ ഒരു നീക്കം കൂടി, സൈനിക തലത്തിലുള്ള ഒരു നീക്കം കൂടി ഇതിനിടയിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇനി യുദ്ധം തുടരുന്നില്ല, തൽക്കാലത്തേക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനമാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ പ്രതിഫലനം ഓഹരിയിലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ രൂപ അത് ചരിത്രത്തിലില്ലാത്ത വിധമാണ് അതിൻ്റെ മൂല്യമിടിഞ്ഞത്. അതിൽ നിന്ന് മാറ്റമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ സ്വർണ്ണവില ഉയരുന്നുണ്ട്, ഇന്ധനവില കുറയുകയുമാണ്. രഞ്ജിത്ത്, വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.